വലിയ നോമ്പിലെ 35-ാം ദിവസം. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള തിരുവചനം. ഇവിടെ പത്രോസ് നമ്മെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈശോയോട് പറയുന്നു, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. അവൻ്റെ വാക്കുകളിൽ സത്യസന്ധതയുണ്ട്, അതുപോലെ മറഞ്ഞിരിക്കുന്ന ഒരു പ്രതീക്ഷയുമുണ്ട്. നമ്മിൽ പലരെയും പോലെ പത്രോസും അറിയാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് എന്ത് പ്രതിഫലമായി ലഭിക്കും. ശിഷ്യത്വത്തിൻ്റെ വില ഈശോ നിഷേധിക്കുന്നില്ല. അവനെ അനുഗമിക്കുന്നതിന് ഒത്തിരി ത്യാഗം, ഉപേക്ഷ ആവശ്യമാണ്. നമ്മുടെ കംഫർട്ട്സ്, സെക്യൂരിറ്റി, അറ്റാച്ച്മെൻറ്റ്സ്, ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ പോലും ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമുക്ക് ആശ്വാസം നൽകുന്നതും എന്നാൽ വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു പ്രതികരണത്തോടെ പത്രോസിന് ഈശോ ഉത്തരം നൽകുന്നത്. ഈശോ പറയുകയാണ്, എനിക്കു വേണ്ടിയും സുവിശേഷത്തിനു വേണ്ടിയും ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. എന്നിട്ട് കുറേയേറെ വാഗ്ദാനങ്ങൾ ഈശോ എണ്ണി പറയുകയാണ്. ഒടുവിൽ നിത്യജീവനം. സുവിശേഷത്തിന്റെ വിരോധാഭാസം ഇതാണ്. നാം നൽകുമ്പോൾ നമുക്ക് ലഭിക്കുന്നു, നാം ഉപേക്ഷിക്കുമ്പോൾ നാം നേടിയെടുക്കുന്നു. എന്നാൽ പ്രതിഫലം എല്ലായ്പ്പോഴും നാം പ്രതീക്ഷിക്കുന്ന രീതിയിലാകണമെന്നില്ല. അത് ഭൗതികമായതോ ഉടനടിയുള്ളതോ ആകണമെന്നും നിർബന്ധമില്ല. പകരം ഈശോ നമുക്ക് നൽകുന്നത് ആഴമേറിയ പ്രതിഫലമാണ്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ കുടുംബം, ആഴത്തിലുള്ള സമാധാനം, രൂപാന്തരപ്പെട്ട ഹൃദയം, എല്ലാറ്റിലുപരി നിത്യജീവൻ. നാം ഇവിടെ ശ്രദ്ധിക്കണം, പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്നു പീഡനങ്ങളും. അതായത് ശിഷ്യത്വം അത്ര സുഖകരമായ ഒരു ഇടപാടല്ല. അത് വലിയ വില ആവശ്യപ്പെടുന്ന ഒരു പ്രതിബദ്ധതയാണ്. ക്രിസ്തുവിനെ അടുത്തനുഗമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ വളർത്തുകയും ശുദ്ധീകരിക്കുകയും ചിലപ്പോൾ വെല്ലുവിളികൾ നിറഞ്ഞ വഴിയിലൂടെ നമ്മെ നയിക്കുകയും ചെയ്യുന്നു. ഇതാണ് നോമ്പിൻ്റെ കാതൽ. നോമ്പുകാലം ചില ഉപേക്ഷകളുടെ മാത്രം സമയമല്ല, അത് നമ്മെ തന്നെ നൽകാനുള്ള ഒരു സമയമാണ്. ഒരുപക്ഷെ നമ്മെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ, ചില കംഫർട്ട്സ്, ചില ആസക്തികൾ, ഇവയൊക്കെ നാം ഉപേക്ഷിക്കുന്നത് ഇവ അതിൽ തന്നെ തിന്മയായതുകൊണ്ടല്ല, മറിച്ച് അവയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം നിശബ്ദമായി ഏറ്റെടുക്കാൻ കഴിയുമെന്നതിനാലാണ്. സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് ഈശോ കൂട്ടിച്ചേർക്കുന്നു, മുമ്പന്മാരിൽ പലരും പിമ്പന്മാരും, പിമ്പന്മാരിൽ പലരും മുൻപന്മാരുമാകും. ദൈവരാജ്യത്തിൽ ഒരുവന്റെ വിജയം അളക്കുന്നത് നമുക്ക് എന്താണുള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് നാം എത്രമാത്രം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. നാം എത്രമാത്രം നേടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് നാം എത്രമാത്രം ദൈവത്തിന് കീഴടങ്ങുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലത്തെ ചോദ്യം ഞാൻ എന്താണ് ഉപേക്ഷിക്കുന്നത് എന്നതല്ല, മറിച്ച് ഞാൻ ക്രിസ്തുവിനെ പൂർണ്ണമായി അനുഗമിക്കാൻ തയ്യാറാണോ എന്നതാണ്. കാരണം അവൻ എല്ലാറ്റിലും മതിയായവനത്രേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.